അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയമെടുക്കുന്നതോ വലിയ ബുദ്ധിമുട്ടുള്ളതോ അല്ലാത്ത ഒരു കാര്യമുണ്ട്. എന്നാൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അല്ലാഹുവിങ്കൽ നിന്ന് അളവറ്റ പ്രതിഫലം കൂലി നേടാൻ നമുക്ക് സാധിക്കും. അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും ഇത് സത്യമാണ്. ഇതിനാവശ്യമായ മൂലധനം കേവലം 2 സെക്കൻഡ് നേരത്തെ ആത്മാർത്ഥമായ ഒരു ചിന്ത മാത്രമാണ്. ആ രഹസ്യമാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും നിയ്യത്ത്, ഉദ്ദേശം വെക്കുക എന്നത്. നമ്മുടെ ലോകം, നമ്മുടെ ഇബാദത്ത്, നമ്മൾ ഒരു ദിവസം കുറഞ്ഞത് 100-ലധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉറക്കം, ഭക്ഷണം, യാത്ര, ജോലി, വസ്ത്രം ധരിക്കുന്നത്, ശുചിത്വം പാലിക്കുന്നത്, ഇവയൊന്നും പ്രത്യക്ഷത്തിൽ ആരാധനകളായി കണക്കാക്കാറില്ല. എന്നാൽ ഈ സാധാരണ പ്രവൃത്തികളെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള ആരാധനകളായി പരിവർത്തനം ചെയ്യാൻ നമുക്ക് കഴിയും. ഇമാം നവവി റഹിമഹുല്ലാഹിയുടെ വാക്കുകൾ ഓർക്കുക. കർമ്മങ്ങളുടെ പ്രതിഫലം നിയ്യത്തനുസരിച്ചാണ്. ഇനി ആ 2 സെക്കൻഡ് മാന്ത്രിക നിമിഷങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. 1. കുളിക്കുമ്പോൾ, അല്ലാഹുവേ, നിനക്ക് ആരാധനകൾ അനുഷ്ഠിക്കാൻ ആവശ്യമായ ശുദ്ധി നേടുന്നതിനു വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത്. 2. ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലാഹുവേ, നിനക്ക് ഇബാദത്ത് ചെയ്യാനും സത്യമാർഗത്തിൽ സഞ്ചരിക്കാനും ശക്തി ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. 3. വസ്ത്രം ധരിക്കുമ്പോൾ, അല്ലാഹുവേ, നീ കൽപ്പിച്ച ഔറത്ത്, ശരീരം മറക്കേണ്ട ഭാഗങ്ങൾ മറയ്ക്കുന്നതിനു വേണ്ടിയും നിന്റെ അനുഗ്രഹം ഓർക്കുന്നതിനു വേണ്ടിയുമാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത്. 4. ഉറങ്ങുമ്പോൾ, അല്ലാഹുവേ, രാത്രിയിലെ വിശ്രമം കൊണ്ട് ഉണർന്ന് അടുത്ത പകൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനും നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും എനിക്ക് ആരോഗ്യം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത്. 5. ആരെയെങ്കിലും സഹായിക്കുമ്പോൾ, അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളോട് കരുണ കാണിക്കുവാനും സഹായിക്കുവാനും നീ കൽപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ വെറും 2 സെക്കൻഡ് മാത്രം നീളുന്ന ഈ ചിന്തയിലൂടെ ലോകത്തിലെ സാധാരണ കാര്യങ്ങൾ പോലും ആയിരക്കണക്കിന് പ്രതിഫലം നേടാനുള്ള നിക്ഷേപങ്ങളായി മാറുന്നു. ഇതാണ് വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗകര്യം. നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും പ്രതിഫലം വാരിക്കൂട്ടാനുള്ള ഒരു ഉത്സവത്തിലാണ്. ഈ മഹത്തായ വഴി പലർക്കും അറിയാമെങ്കിലും അതൊരു ശീലമാക്കാൻ പലരും ശ്രമിക്കാറില്ല. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പാഴാക്കരുത്. അറിവിന്റെ വെളിച്ചം കൈമാറാം. വിശുദ്ധ ഇസ്ലാമിൽ അറിവ് കൈമാറുന്നതിന് വലിയ സ്ഥാനമുണ്ട്. നല്ലതൊന്നും ഒരു നിസ്സാര പ്രവൃത്തിയായി നിങ്ങൾ കാണരുത്. നിങ്ങൾ ഈ ലളിതമായ കാര്യം ഒരാൾക്ക് പറഞ്ഞുകൊടുക്കുകയും അവർ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും, അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിലേക്ക്, കൂട്ടുകാരിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കുക. ഒരുപക്ഷെ ഈ ചെറിയ സന്ദേശം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യത്തിന്റെ വാതിലായി മാറിയേക്കാം. ഇൻഷാ അല്ലാഹ്, നമ്മുടെ എല്ലാ നല്ല നിയ്യത്തുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അവന്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.